ഉപ്പുതറ 10 ഏക്കർ പണ്ടാരംപടിയിലെ തടിപ്പാലത്തിലൂടെ യാത്ര ചെയ്യാൻ ഭയമാണെന്ന് കളക്ടർക്ക് കത്തെഴുതിയ കുട്ടികൾക്ക് ഇനി ആശ്വസിക്കാം. പണ്ടാരംപടി തോടിനു കുറുകെ പാലം നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 7 ലക്ഷം രൂപയ്ക്ക് DPCയുടെ അംഗീകാരം ലഭിച്ചു. 1.5 മാസം മുമ്പാണ് അനുശ്രീയും അനുജനും കൂട്ടുകാരും ചേർന്ന് പാലം വേണമെന്ന ആവശ്യമുയർത്തി കളക്ടർക്ക് കത്തെഴുതിയത്. ഇത് ഇടുക്കി വിഷൻ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നടപടി. ഉപ്പുതറ പണ്ടാരംപടിയിൽ തോടിനു കുറുകെ പാലം പണിയാൻ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 7 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് DPC ബുധനാഴ്ച അംഗീകാരം നൽകി. 1.5 മാസം മുമ്പ് ഉപ്പുതറ OMLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി 10 ഏക്കർ സന്ധ്യാഭവനിൽ അനുശ്രീ അനുരാജ് കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ കത്തെഴുതിയിരുന്നു. ഞാനും അനുജനും എന്റെ കൂട്ടുകാരും സ്കൂളിൽ പോകുന്നത് പേടിച്ചാണ്. വീട്ടിൽ നിന്ന് സ്കൂൾ ബസ്സിലെത്താൻ ഒരു പാലം കയറി വേണം പോകാൻ. അത് 3 വർഷം മുമ്പ് ഉണ്ടായ മഴയിൽ ഒലിച്ചുപോയി. ഇവിടെയുള്ള മാമന്മാർ ചേർന്ന് ചെറിയ തടിപ്പാലം ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴും. ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയില്ലാതെ സ്കൂളിൽ പോകാൻ ഒരു പാലം നിർമ്മിച്ചു തരുമോ എന്നായിരുന്നു ഉള്ളടക്കം. സ്കൂൾ തുറക്കും മുമ്പ് അനുശ്രീയുടെ ആവശ്യം പരിഗണിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. എന്നാൽ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് കാര്യമായ നടപടി ഉണ്ടായില്ല. പക്ഷേ എല്ലാവരും പറയുന്നുണ്ട്, ഇതുപോലെ വീഡിയോ എടുത്തിട്ട് പോകുന്നുണ്ട്, ഇന്ന് ശരിയാക്കാൻ നാളെ ശരിയാക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ശരിയാക്കുന്നില്ല. ഞങ്ങൾക്കൊക്കെ കുഞ്ഞു പിള്ളേരും ഉള്ളതാണ്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതിൽ ഭയങ്കര പാടാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് 2000 ഓഗസ്റ്റിലുണ്ടായ കനത്ത മഴയിലാണ് ഉപ്പുതറ പഞ്ചായത്തിലെ 12ാം വാർഡിലെ പണ്ടാരംപടി പാലം ഒലിച്ചു പോയത്. ഇതോടെ 100ഓളം കുടുംബങ്ങളുടെ വാഹനയാത്ര മുടങ്ങി. ഉടൻ പാലം പണിയുമെന്ന് സ്ഥലത്ത് വന്ന MLAയും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുമെല്ലാം വാഗ്ദാനം നൽകി മടങ്ങി. പക്ഷേ ഒന്നും നടന്നില്ല. കാട്ടുകമ്പുകൾ ഉപയോഗിച്ച് നാട്ടുകാർ തടിപ്പാലം നിർമ്മിച്ച് അതിനു മുകളിലൂടെയാണ് തോട് മുറിച്ച് കടക്കുന്നത്. പലപ്പോഴും തടി ദ്രവിച്ച് ബലക്ഷയം കൂടുമ്പോൾ നാട്ടുകാർ തന്നെ പാലം പുതുക്കി പണിയും. അപ്പോഴും പ്രായമായവരും കുട്ടികരും ഭയന്നാണ് പാലത്തിന് മുകളിലൂടെ കടന്നു പോകുന്നത്. പാലം ഒലിച്ചു പോയതും നാട്ടുകാർ താൽക്കാലിക പാലം പണിതതും ഉൾപ്പെടെ പലവട്ടം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് 3 മാസം മുമ്പ് ഉപ്പുതറ പഞ്ചായത്തിന് ലഭിച്ച ബേസിക് ഗ്രാന്റ് ഉപയോഗിച്ച് പാലം പണിയാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച വന്നു. എന്നാൽ ഫണ്ട് വിഹിതം വയ്ക്കുന്നതിലെ തർക്കം മൂലം അതും നടന്നില്ല. തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി 7 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കി നൽകിയത്. ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് ആശ ആന്റണി നടപടി സ്വീകരിച്ചത്. ഈ ഫണ്ടിന് ബുധനാഴ്ച ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുകയും ചെയ്തു. പഞ്ചായത്ത് 2 തവണ ഫണ്ട് അനുവദിക്കുകയും അത് നടപ്പാക്കാൻ പറ്റാതെയും വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ 7 ലക്ഷം രൂപ പാലത്തിന് അനുവദിച്ചിട്ടുണ്ട്. അതിന് DPC അംഗീകാരം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാരം ഒരു അടിയന്തര സാഹചര്യം പ്രമാണിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് അയക്കാൻ കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ നടത്തി പാലം പണിയാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ആശ ആന്റണി ഇടുക്കി വിഷനോട് പറഞ്ഞു. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.